ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഇമേർജിംഗ് സെക്ടറിനെ പറ്റിയിട്ട് ഒരു മൂന്നാല് സെക്ടേഴ്സും ഒരു മൂന്നാല് സ്റ്റോക്സും ഞാൻ ഓൾറെഡി വീഡിയോയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആറാമത്തെ എമേർജിംഗ് സെക്ടർ ഉള്ള സ്റ്റോക്കാണ്. അതായത് ഭാവിയിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു സെക്ടർ. ആ സെക്ടറിന് ഓരോ സ്റ്റോക്കും. സോ ഫസ്റ്റ് റെയർ എർത്ത് മിനറൽസിനെ പറ്റിയാണ് വീഡിയോ ഇട്ടത്. റെയർ എർത്ത് മിനറൽസിൽ GMTC എന്ന സ്റ്റോക്കാണ് സെലക്ട് ചെയ്തത്. 40-50% റിട്ടേൺ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത് ഇട്ട വീഡിയോ റിന്യൂവബിൾ എനർജി സ്പേസിലാണ്, ബാറ്ററി എനർജീസ് ലിമിറ്റഡ്. അതും ഞാൻ പറഞ്ഞതിന് ശേഷം 20% പൊസിഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത് ഞാൻ പറഞ്ഞ സ്പേസ് ഗ്രീൻ ഹൈഡ്രജൻ ആണ്. ഗ്രീൻ ഹൈഡ്രജൻ IOCയും ആ ലെവലിൽ നിന്ന് 170 to 175 ലെവൽ വരെ പോയിരുന്നു. നാലാമത് ഞാൻ പറഞ്ഞ സ്റ്റോക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് സെക്ടറിലുള്ള EMS ആണ്. അത് ഒരുപാട് ലോസ് ആണ് വന്നത്. ഒരു 20-30% പറഞ്ഞ റേറ്റിൽ നിന്ന് ഇറങ്ങി വന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ റിസൾട്ട് കുറച്ച് മോശമായിരുന്നു. അല്ലാതെ അങ്ങനെ ഒരു പ്രത്യേകിച്ചും നെഗറ്റീവായി പറയാനൊന്നും ഇല്ല. പക്ഷേ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു. സോ അതിൻ്റെ ബേസിലായിരിക്കാം. പിന്നെ അവർക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. ഓർഡർ എക്സിക്യൂഷൻ വാട്ടർ ബെബാഗിനുമായി അത്ര സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി അല്ല. പക്ഷേ വാട്ടർ ബെബാഗ് കഴിഞ്ഞാലുള്ള നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സെക്ടറിൽ. സോ ആ ഒരു സെക്ടറിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ റീബൗണ്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒറ്റൊരു സ്റ്റോക്കാണ് ഈ എമർജിംഗ് സെക്ടർ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്ത് താഴെ കിടക്കുന്ന സ്റ്റോക്ക്. പിന്നീട് ഞാൻ പറയുന്നത് ഡാറ്റാ സെൻ്ററാണ്. ഡാറ്റാ സെൻ്ററിൽ ആനന്ദ്രാജ് ലിമിറ്റഡ് 560 700 ലെവൽസ് പോയി. അവിടെ നിന്ന് കറക്ഷൻ ആയിട്ട് ഇപ്പോൾ 640 കിടക്കുന്നത്. ഇന്ന് ആറാമത്തെ എമർജിംഗ് സെക്ടർ എന്ന് പറഞ്ഞാൽ CDMO സെക്ടറാണ്. CDMO സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യയിൽ മുന്നിലുള്ളത്. ആ ഒരു സെക്ടറിൽ കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ് എന്നാണ് ഇവർ പറയാം. ചുരുക്കി പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ എൻഡ് ടു എൻഡ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് CDMO കമ്പനീസ് എന്ന് പറയുകയാണെങ്കിൽ. ഈ വലിയ വലിയ ബിഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനൊന്നും അതിന് മാർക്കറ്റിങ്ങിലും അവർ പുതിയ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൊക്കെയാണ് കൂടുതൽ ടൈം അവർ സ്പെൻഡ് ചെയ്യുക. അവർക്ക് അതിനെ ഒരുപാട് വാസ്റ്റിലായിട്ട് ഒരു മാനുഫാക്ചറിങ് ചെയ്യാനോ ഒക്കെ ഇവർ ഔട്ട്സോഴ്സ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ചെയ്യരുത്. സോ ഈ ഔട്ട്സോഴ്സിങ് ഏറ്റെടുക്കുന്ന കമ്പനീസാണ് CDMO എന്ന കമ്പനീസ്. ഒരു മരുന്നിൻ്റെ തുടക്കം മുതൽ അതിന് അവസാനം മാർക്കറ്റിംഗ് വരെ അവർ എൻഡ് ടു എൻഡ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന കമ്പനീസാണ് CDMO കമ്പനീസ് എന്ന് പറയുന്നത്. സോ ഈ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ ക്ലിനിക്കൽ ട്രയൽസിന് വേണ്ട മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ് CDMO കമ്പനീസ്. അതുപോലെ തന്നെ നമ്മൾ ലാർജ് സ്കെയിൽ ഒരു ഫിനിഷ് ഗുഡ്സിന് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് വേണം. ഇവർക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് ഉണ്ടാവില്ല. ഇവർ എന്ത് ചെയ്യും, അത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് വേറെ കമ്പനി ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുക. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വേണം, സമയം അവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഈ കമ്പനീൻ്റെ പ്രൊഡക്റ്റിനെ പാക്ക് ചെയ്തിട്ട് അത് ഫിനിഷ് പ്രൊഡക്ട്സ് രൂപത്തിലാക്കി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ലെവൽ എത്തണമെങ്കിൽ ആ കമ്പനി വെൽ പാക്ഡ് ആക്കണം. അങ്ങനെ വെൽ പാക്കിങ്ങും ഒരു പ്രൊഡക്റ്റിനെ ഡിസ്ട്രിബ്യൂഷൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കമ്പനീസാണ് CDMO എന്ന കമ്പനീസ്. അതുപോലെ തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഹൈ റെഗുലേഷൻസ് ഉള്ള കമ്പനീസാണ്. അപ്പോൾ അവരെ റെഗുലേറ്ററി ഫയലിംഗ് സിസ്റ്റം പോലെ ഉണ്ടാവും, കംപ്ലയൻസ് സിസ്റ്റം പോലെ ഉണ്ടാവും. ഇതൊക്കെ ഇവർ എന്ത് ചെയ്യും, CDMO കമ്പനി ഏൽപ്പിക്കുക. അവർ ഈ CDMO കമ്പനീസ് ഈ വലിയ വലിയ ബിഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനെ ഈ റെഗുലേറ്ററി ഫയലിംഗ്സിനും കംപ്ലയൻസിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു വൈഡ് ജോബ്സ് ആണ് CDMO സെക്ടർ ചെയ്യുന്നത്. സോ മൊത്തം വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് അസിസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് CDMO കമ്പനീസ് പറയുന്നത്. സോ അതിൻ്റെ പെർഫെക്ഷൻ ആണ് ഇന്ത്യൻ CDMO കമ്പനീസ് ഹൈലി പെർഫെക്റ്റഡ് കമ്പനീസ് ആണ് പറയുന്നത്. ഇവർ എക്സ്പോർട്ടിങ് കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CDMOയിൽ $3 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യ കാണുന്നത്. ജനറിക് ഡ്രഗ്സ് ഇന്ത്യ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് ബൈ ജനറിക് ഡ്രഗ്സിന്റെ ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് വേണ്ടി CDMO കമ്പനീസ് വേണം. സോ ഈ CDMO കമ്പനീസ് പുറത്തും അവർ സർവീസ് ചെയ്യുന്നുണ്ട്. സോ ഇതിലൊരു സെക്ടറൽ സ്റ്റോക്കാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക്. ഇത് ഒരുപാട് സ്റ്റോക്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്റ്റോക്സ് CDMO സെക്ടറിൽ ഉണ്ട്. സുപ്രിയ ലൈഫ് സയൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ സെലക്ട് ചെയ്ത സ്റ്റോക്ക് സായി ലൈഫ് സയൻസ് ആണ്. സായി ലൈഫ് സയൻസ് സെലക്ട് ചെയ്യാൻ കാരണം റീസെന്റ് FISും DASും അവരെ സ്റ്റോക്ക് വല്ലാണ്ട് കൂട്ടിയിട്ടുണ്ട്, ഷെയർ വല്ലാണ്ട് കൂട്ടിയിട്ടുണ്ട്, അപ്പോൾ ഷെയർസ് കൂട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിലാണ്. അത് ഫുള്ളി റിലയബിൾ അല്ലെങ്കിലും ഈ സെക്ടറിന്റെ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതുപോലെ നല്ല റിസൾട്ടും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ബേസിലാണ് സായി ലൈഫ് സയൻസ് ഞാൻ പറയുന്നത്. ഇവര് ഓൾറെഡി USA,
യൂറോപ്പ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവർക്ക് ടോക്കിയോയിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് ഉണ്ട്. അതായത് ജപ്പാനിലെ ബേസ് കൂട്ടാനും അത് ഏഷ്യ സ്പെസിഫിക് റീജിയനിലേക്ക് അവർ കോൺസെൻട്രേറ്റ് കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ട് വൺ എക്സ്പാൻഷൻ പ്ലാൻ ആണ് കമ്പനി മുന്നിൽ വെച്ചത്. സോ അതിൻ്റെ ഓവറോൾ പിക്ചർ നോക്കാം. പ്രസന്റ് പ്രൈസ് 861 രൂപയാണ്. അതിൻ്റെ ഇയർ ഹൈ 943 ആണ്, ഇയർ ലോ 636 ആണ്. മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കിയിട്ട് എൻ്റർ ചെയ്താൽ മതി. ഇത് ഈ ലെവലിൽ നിന്ന് ഭാവിയിലേക്ക് 1500 1600 പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ലെവലിൽ നിന്ന് താഴോട്ട് വരാൻ സാധ്യത ഉണ്ടോ ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഇയർ ഹൈയിലാണ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് കണ്ടീഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ സ്റ്റോക്ക് തിരിച്ച് വന്നിട്ട് ഒരു 750 800 വന്നേക്കാം, ചാൻസ് ആണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഒരു 10% എടുത്ത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ താഴോട്ട് വരുന്നതനുസരിച്ച് അത് ആവറേജ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ ലോങ് റണ്ണിലേക്ക് ഇത് 1500 ക്രോസ് ചെയ്യാനുള്ള സകല സാധ്യതകൾ ഉണ്ട്. ഈ റിസൾട്ട് നോക്കാം. നെറ്റ് സെപ്റ്റംബറിൽ 83 കോടി ലാഭം. ലാസ്റ്റ് സെപ്റ്റംബർ 2024 വെറും 41 കോടി ലാഭം. 100% പ്രിസിഷൻ ആണ് ഇയർ ഓൺ ഇയർ ബേസിൽ ഈ സായി ലൈഫ് സയൻസ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. ക്വാർട്ടർ ടു ക്വാർട്ടറും 30% വളർച്ചയാണ് സ്റ്റോക്ക് കാണിച്ചത്. 40% വളർച്ചയാണ് സ്റ്റോക്ക് കാണിച്ചത്. കഴിഞ്ഞ ജൂണിൽ 60 കോടിയേ ഉള്ളൂ. സോ അതൊരു വളരെ പോസിറ്റീവ്. അതിന് പുറമെ ഈ FISും DISും ജൂൺ ക്വാർട്ടറിൽ നിന്ന് സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് നല്ല രീതിയിൽ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 14.58% FIS ഉള്ളത് 22.49 കൂടി 8% FIS കൂട്ടിയത്. അതുപോലെ തന്നെ DISും 21.64 29.94 8% അവരും കൂട്ടിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് അവരെ പ്ലഡ്ജ് ഷെയർസ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് കുറച്ച് സ്റ്റോക്ക് ഷെയർ അവർ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേക്ക് ലാസ്റ്റ് ടൈം 35.15 ഉള്ളത് 34.93 ആയിട്ട് കുറച്ച്. അതേസമയം അവരെ പ്ലഡ്ജ് ഷെയർ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാവിയിൽ ഇനി പ്രൊമോട്ടേഴ്സ് അവരെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കൂടി കൂടാ. അപ്പം ജൂണിന് സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് FISും DISും 8-9% സ്റ്റേക്ക് കൂട്ടിച്ചത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 20 കോടിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ വേരിയേഷൻസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് വളരെ കൂടുതലായിരിക്കും. 2107 കോടി റിസർവ് ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കൂടിയുണ്ട്. 2024 8.69 മാർജിൻ ഉള്ളത് ഇപ്പോൾ 10% മാർജിനിലേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ നെഗറ്റീവ്. പോസിറ്റീവ്സ് ആയത് ഹൈ പെട്രോസ്കി സ്കോർ 7 ആണ്. 7 ഹൈ പെട്രോൾ സ്കോർ ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി 0.06, അതായത് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഓക്കെ. 2024 വെറും 82 കോടി ലാഭമുള്ള സ്ഥലത്താണ് 2025 എത്തിയപ്പോഴേക്കും 170 കോടി ലാഭം കാണിച്ചിട്ടുണ്ട്. ഇതാണ് പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ PE റേഷ്യോ കുറച്ച് ഹൈ ആണ്. 63.2 ആണ്. ഇൻഡസ്ട്രിയൽ P40 ആണ്. പക്ഷേ ഈ ടൈപ്പ് റിസൾട്ട് കാണിക്കുകയാണെങ്കിൽ അത് പിന്നെ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് സായി ലൈഫിന് ഓരോ പിക്ചർ. 1 രൂപ ഫേസ് വാല്യൂ കമ്പനിയാണ്. സോ മാർക്കറ്റ് കണ്ടീഷൻ വളരെ നോക്കാം. ഇനി നെഗറ്റീവ് ആണെങ്കിൽ എൻട്രി ചെയ്യാതെ ചെറിയ ചോദ്യം എൻട്രി എടുത്തിട്ട് ഒരു 750 മുതൽ 840 ഉള്ളിൽ സ്റ്റോക്ക് വാങ്ങി ആവറേജ് ചെയ്ത് വെച്ചാൽ ഒരു 1500 1400 കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത്. വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആർക്കൊന്നും കറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. താഴോട്ട് വന്നിട്ടായിരിക്കാം കയറി പോകുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിൽ ഞാൻ 60 രൂപയൊക്കെ പറഞ്ഞത് 42 രൂപയിലേക്ക് വന്നപ്പോൾ ഒരുപാട് തെറി കേട്ടതാണ്. IDFC ഫസ്റ്റ് ബാങ്കിൽ പഠിക്കാണ്ട് പറയാൻ പാടില്ലാത്തത്. ഇപ്പോൾ അത് 82 റുപ്പീസ് പോയി. ഈ പറഞ്ഞവരൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇവർ റീസെൻ്റ്ലി മെസ്സേജ് വന്നിരുന്നു ശക്തി പമ്പ്സിനെ പറ്റി പറഞ്ഞത്. ശക്തി പമ്പ്സിന് നെഗറ്റീവ്സ് ഒന്നും ആക്ച്വലി ഇല്ല. ഒരു 10% നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ 7%. ഇയർ ഓൺ ഇയർ ബേസിൽ 10% പ്രോഫിറ്റ് ഡൗൺ ആണ്. ഇതിനെ ഹാമർ ഡൗൺ ചെയ്ത് കൊണ്ടുവന്നത് താഴോട്ട്. ഇക്വിറ്റി കുറവുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അല്ലാണ്ട് അതിന് ക്വാളിറ്റി വൈസ് യാതൊരു പ്രശ്നം പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ എന്തോ ഇനി ഓർഡർ കുറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. സോ ഏതൊരു സ്റ്റോക്കും പെട്ടെന്ന് ഒരു മാറ്റങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ അതിൽ കാര്യമില്ല. ചില സ്റ്റോക്കിനെ അടിച്ച് താഴെ കൊണ്ടുവന്നായി തിരിച്ച് കയറി പോകുന്നുണ്ടാവാം. ചില സ്റ്റോക്ക് നല്ലതായിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ മാറ്റേഴ്സ് വരും. ഇപ്പം ഈ ദീപ ഫെർട്ടിലൈസർ അല്ല, ചമ്പൽ ഫെർട്ടിലൈസർ ഞാൻ മെമ്പേഴ്സിന് പറഞ്ഞ സ്റ്റോക്കാണ്. പക്ഷെ അതിന് താഴോട്ട് ഇറങ്ങി വന്നു. അതിന് പെട്ടെന്ന് 526 കോടി GST ഫൈൻ വന്നു. ഇതൊന്നും അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യം. ആർക്കും ഇത് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. പക്ഷേ ഈ 546 ക്രോസിന്റെ ന്യൂസ് നെഗറ്റീവ് ന്യൂസാണ്. സ്റ്റോക്ക് താഴോട്ട് വന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിന്റെ പൊട്ടൻഷ്യൽ അങ്ങനെ തന്നെ ഉണ്ട്. കമ്പനിന്റെ ബിസിനസ് മോഡൽ അങ്ങനെ തന്നെ ഉണ്ട്.
അപ്പോൾ അതിന് യാതൊരു കോട്ടം സംഭവിച്ചിട്ടില്ല. ഈ റിസൾട്ടും സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു 561 ക്രോസ് എന്ന ഒരു ക്വാർട്ടർ റിസൾട്ടാണ് അത്. പെട്ടെന്നൊരു എഫക്റ്റ് മാർക്കറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് തിരിച്ചു കയറും. ഇതൊക്കെ ആരും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ്. ഇപ്പോൾ VPRPL എന്ന കമ്പനി നല്ല എക്സിക്യൂഷൻ പവറുള്ള കമ്പനിയാണ്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ബിഗ് ഓർഡേഴ്സ് ആയിരിക്കും വാട്ടർ ട്രീറ്റ്മെന്റിൽ കിട്ടുക. ബിഗ് ഓർഡേഴ്സ് അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പൈസ കിട്ടുള്ളൂ. അത് ചിലപ്പം 4 മാസമോ 5 മാസമോ കഴിഞ്ഞിട്ട് കിട്ടാം. സോ അത്രത്തോളം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം വാട്ടർ വിഭാഗ് വലിയ കമ്പനിയാണ്. വാട്ടർ വിഭാഗത്തെ കപ്പാസിറ്റി ഇല്ല. സോ ഡെപ്റ്റ് സ്റ്റേജ് കൂടി. അല്ലാണ്ട് അവർക്ക് ഓർഡർ കിട്ടുന്നുണ്ട്, അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് കടം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ല. അത് പെട്ടെന്ന് വന്നൊരു മാറ്റങ്ങളായിരുന്നു. അപ്പോൾ ഒരു 300 രൂപയൊക്കെ നിൽക്കുമ്പോൾ 400 500 രൂപ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ് അത്. ഇപ്പം ഇങ്ങനത്തെ ന്യൂസ് താഴ്ത്തു വന്നു, 100 താഴ്ത്തു വന്നു. ശരിയായത് ക്ലോസ് ആയി നോക്കാം. മാനേജ്മെന്റ് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു പൊസിഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. വലിയ ഓർഡേഴ്സിന് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ട്രാക്കിൽ കയറി പോയിക്കോളും. അല്ലാണ്ട് അപ്പോൾ അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് നോക്കുക. സ്വയം പഠിച്ചിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ സ്റ്റോക്കിനെ വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോക്കിനെ എപ്പോഴും ക്ലോസ് ചെയ്ത് മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം. വലിയ പ്രത്യേക പ്രശ്നങ്ങളില്ലാണ്ട് അടിച്ചുകൊണ്ടുവരാണെങ്കിൽ അതിനെ ആവറേജ് ചെയ്തിട്ട് താഴെ പിടിക്കാനാണ് വേറെ ഒരു ഓപ്ഷൻസും ഇല്ല. നമ്മൾ തന്നെ പറഞ്ഞ ഷാരദ് ക്രോപ്പ് ഒക്കെ ഇപ്പോൾ 560 പറഞ്ഞിട്ട് 330 കൊണ്ടുവന്നിട്ട് ആ ഷെയർ അങ്ങനെ തന്നെ തിരിച്ചു കയറ്റി 1000 രൂപയിൽ കൊണ്ടുപോയി. സോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഭാഗത്തുള്ള മനസ്സിലാക്കുക, മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ആരും ബ്ലെയിം ചെയ്ത് സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഈ ഒരു സെക്ടർ CDMO സെക്ടർ എന്ന സാധനം വളരെ ഭാവിയുള്ള സെക്ടറാണ്. കാരണം ഈ CDMO സെക്ടറിൽ ഉള്ള പല കമ്പനീസ്, ഇന്ത്യയിലെ പല കമ്പനീസ് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത്. സോ അതിൽ ഈ പുറത്തുള്ള പല രാജ്യങ്ങളിലുള്ള വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് വരെ ഈ വർക്ക് കമ്പനി CDMO കമ്പനീസ് കൊടുക്കുന്നുണ്ട്. സോ അതിന് വലിയ ഭാവിയാണ്. ചെറിയൊരു മാർക്കറ്റ് ഇപ്പോൾ ഉള്ളൂ. വലിയൊരു മാർക്കറ്റിലേക്ക് ആ സ്റ്റോക്ക് എടുക്കാം. $3 ബില്യൺ എക്സ്പോർട്ട് ഇപ്പോൾ നടക്കുന്ന ആൾക്കാർ. ഇനി ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്ന $20 ബില്യൻ്റെ എക്സ്പോർട്ട് ഒക്കെയാണ്. സോ ഈ ഒരു സെക്ടർ നിങ്ങൾ റഡാറിൽ വെക്കാം. എന്നിട്ട് മെല്ലെ ഈ ലെവലിൽ എൻ്റർ ചെയ്യുക. കാരണം 5 ലൈഫ് ഇപ്പം ട്രേഡ് ചെയ്യുന്ന ഏകദേശം അതിൻ്റെ ഓൾമോസ്റ്റ് ഹൈയിലാണ്. 943 ആണ് ഇതിൻ്റെ ഇയർ ഹൈ. ഇപ്പം ഉള്ളത് 861 ആണ്. സോ ഒരു കറക്ഷൻ വന്നേക്കാം. ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. താഴോട്ട് വരുമ്പോൾ ചെറിയ തോതിൽ വാങ്ങിയിട്ട് വെക്കുക. 20 കോടി ഇക്വിറ്റി ഉള്ളൂ. അതുകൊണ്ട് എങ്ങോട്ട് വേണം സ്പെക്കുലേഷൻ നടക്കും. തിരിച്ച് കയറാൻ തുടങ്ങിയാൽ നല്ലോണം കയറും ചെയ്യും 20 കോടി ഇക്വിറ്റി ആയതുകൊണ്ട്. സോ എൻ്റെ 6ാമത്തെ എമർജിങ് സെക്ടർ സ്റ്റോക്ക് ഫ്രം CDMO സെക്ടർ, കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എന്ന് പറയും. അതിന്ന് സായി ലൈഫ് സയൻസ് ലിമിറ്റഡ്. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇത് എനിക്ക് തോന്നിയ കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ ഇതിൽ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. സോ സ്വന്തം പഠിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുമ്പം എല്ലാ എമൗണ്ടും കൂടെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇൻവെസ്റ്റ് ചെയ്യുക. 1 lakh ഇൻവെസ്റ്റ് ഉദ്ദേശിച്ച സ്റ്റോക്കിൽ 20 ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, താണ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒരു ആവറേജ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ റെഗുലർ വീഡിയോയിലുള്ളതിന് പുറമെ ഞാനൊരു മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഉണ്ട്. അതിൽ ഏതൊരു ഫണ്ടമെന്റൽ സ്റ്റോക്കാണ് ബ്രേക്ക്ഔട്ട് വന്നാൽ മാത്രമേ ഷെയർ കയറിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത്ര കാലം കാത്തു നിൽക്കണം. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ സ്റ്റോക്ക് നമ്മൾ കാത്തു നിന്നേ പറ്റൂ. സോ എൻ്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം കുറച്ച് പൈസ 5 lakhs 1 lakh എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ 1 lakh എന്ത് ചെയ്യും, സ്വിംഗ് ട്രേഡ്, അതായത് ഫണ്ടമെന്റ്സ് ഉള്ള സ്റ്റോക്സ്, ബ്രേക്ക്ഔട്ട് വരുന്ന സ്റ്റോക്സ് നമ്മൾ റഡാറുള്ളതായിരിക്കാം അല്ലാത്തതായിരിക്കാം, അതിൽ എൻ്റർ ചെയ്യുക. ഒരു മാസമോ ഒരു 1.5 മാസമോ ചിലപ്പോൾ രണ്ടാഴ്ചയോ ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു 10% 5% കിട്ടി കൊടുക്കുക. ആ ലാഭം എടുത്തിട്ട് എന്ത് ചെയ്യും, ഞാൻ ലോങ് ടേമിൽ വെച്ച പല സ്റ്റോക്കും ഞാൻ IOC RBNലൊക്കെ എനിക്ക് ഭയങ്കര കൺവെൻഷണൽ സ്റ്റോക്കായാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ബാക്കി ക്യാപിറ്റൽ എടുത്ത് വീണ്ടും അടുത്ത ഫണ്ടമെന്റ്സ് ഉള്ള സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് വരുമ്പോൾ കയറും. ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് വരുമ്പോൾ കയറും. ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് പ്ലസ് ന്യൂസ് ബേസ്ഡ്, പിന്നെ RSI ഡൈവേർജൻസ്, വോളിയം, പിന്നെ ഡെലിവറി, ഈ 3 നോക്കിയിട്ട് അത് ഫണ്ടമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം പറയും. ഇപ്പോൾ ആഴ്ച 1-2 സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്യും സ്വിംഗ് ബേസ്. സോ അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോന് അടിയിലുള്ള ലിങ്കിൽ പോയി ജോയിൻ ബട്ടണിൽ പോയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോസ് കിട്ടും. ആഴ്ചയിൽ 2-3 വീഡിയോസ് ഉണ്ടാവുള്ളൂ. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI ചാനലിസ്റ്റ് എല്ലാം ഓൾറെഡി പറഞ്ഞു. സോ നിങ്ങൾ സ്വന്തം പഠിച്ചത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സിന് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.